28 വർഷം ഞാൻ കാൽക്കുലേറ്റ് അല്ല അപ്പൊ അത് ഉദ്ദേശം വയസ്സാ ഉദ്ദേശം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ ജോക്കർ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ ജോക്കർ ചെയ്തത്. 9ാം ക്ലാസ് അത് അത്ര 28 വർഷം പറയണ്ടായിരുന്നു. കരിയറിൽ 28 വർഷം എന്ന് മൊത്തം പൊളിഞ്ഞു. പറയുന്നത് വർഷങ്ങളായി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. മകള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനൊരു സിനിമാ നടനായതുകൊണ്ട് അച്ഛന്റെ സിനിമകൾ കാണാനോ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ കണ്ടിട്ടില്ല. അപ്പൊ പണ്ടൊരു വിഷമം ഉണ്ടായിരുന്നു മക്കള് ദുൽഖറിനൊക്കെ ഇഷ്ടമെന്ന് പറയുമ്പോഴും എന്റെ സിനിമ കാണാത്തതിൽ ഞാനൊരു നടനാണെന്ന് പറയാത്തതിൽ. പിന്നീട് അവര് സിനിമകളൊക്കെ കണ്ടു. മകള് സിനിമയിൽ വരുന്ന സമയത്ത് ഒരച്ഛനും നേരി ഇത്ര എക്സ്പീരിയൻസ് ആയ ഒരു നടൻ എന്ന രീതിയിൽ മകൾ കൊടുത്തൊരു ഉപദേശം സിനിമയിലേക്ക് ഞാൻ അത് നേരത്തെയൊക്കെ ഞാൻ പറയായിരുന്നു. സത്യം അങ്ങനെ എനിക്ക് അങ്ങനെ ഒന്നും ഒരു ഉപദേശവും എനിക്ക് കൊടുക്കാനുണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം പിള്ളേരൊക്കെ ഇപ്പം വളരെ അവർക്കറിയാം നമ്മള് ശരിക്കും അവരിൽ നിന്നാണ് ഇപ്പോഴത്തെ എന്താണ് ഇപ്പോഴത്തെ ഒരു കാലം എന്നും എങ്ങനെയാണെന്നും ഒക്കെ ഞാൻ പഠിക്കുന്ന അവരുടെ അടുത്തുനിന്നാണ്. അപ്പം എനിക്കെന്താ അവർക്ക് കൊടുക്കാൻ? അതെ എനിക്ക് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് സത്യം അത് അങ്ങനെ ഒരു ഉപദേശം ഒന്നും കൊടുക്കാൻ ഞങ്ങളങ്ങനെ വീട്ടിലങ്ങനെ സിനിമ സംസാരിക്കുമോ അതെ എനിക്ക് അങ്ങനെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. സത്യമാണത്. അതെ, ഇവൻ നമ്മളൊരു നല്ല ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ബെസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു 5 ഇന്റർവ്യൂ ഉണ്ടാവുമല്ലോ. ഇപ്പൊ എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ അപ്പൊ ഇത്രയും വർഷം നിങ്ങളുടെ ഒരു കരിയറിൽ ദ ബെസ്റ്റ് മൂവി അല്ലെങ്കിൽ ആര് ചോദിച്ചാലും ഈ ഒരു കഥാപാത്രം പറയാനും അല്ലെങ്കിൽ കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ പറയാ? എനിക്കങ്ങനെ ഒരു പടമായിട്ട് തോന്നണില്ല. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന് പറഞ്ഞൊരു പടം. അതാകുമ്പോ ആരും കണ്ടിട്ടില്ല. കാണാത്തോണ്ട് അയച്ചു കൊടുക്കാം. അല്ല അങ്ങനെ പലർക്കും ഉണ്ടോ നല്ല കഥാപാത്രം ചിലപ്പോൾ പടം ഉദ്ദേശിച്ചുപോലെ കളക്ട് ചെയ്യുന്നത് വരില്ല. ക്യാരക്ടർ ശക്തമായിരിക്കും പക്ഷെ ആ പടം ഇറങ്ങിയിട്ടില്ലാത്തോട്ടാണ്. IFFK ഉണ്ടായിരുന്നു നല്ല അഭിപ്രായം കിട്ടിയൊരു പടം. അവാർഡ് അശ്വൻ ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും പടം ഉണ്ടോ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു പടം? പെരുവഴിയമ്പലം മറക്കാൻ പറ്റാത്ത ക്യാരക്ടർ എൻ്റെ ഫസ്റ്റ് പടം. പിന്നെ യവനിക, അനന്തരം, അഫ്കോഴ്സ് ഹരിതന്നർ പിന്നെ ഒരു മാസ് പടമായിട്ട് മാറി. അത് പിന്നെ നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. അമരമുണ്ട്. അവരെ 3-ാം പക്കം ഉണ്ട്. തൂവാനത്തുമ്പികൾ. ഇത് പറഞ്ഞ തീരൂല. നമുക്ക് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും അങ്ങനെയാണ് ചോദിക്കുന്നത്. അശോകൻ ചേട്ടൻ ചെയ്ത ഇന്ന ക്യാരക്ടർ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേതായിരിക്കും? ഇപ്പൊ പറഞ്ഞ ലിസ്റ്റിൽ തന്നെ ഈ പറഞ്ഞതൊക്കെ ഒരു രക്ഷയില്ല. പക്ഷെ ഞാൻ വേറെ ആരും പറയാത്തൊരു സാധനം ഞാൻ പറയാം. അത് അശോകൻ ചേട്ടൻ ചെയ്ത ആ ഒരു സുഖം വേറെ ആര് ചെയ്താലും കിട്ടൂല എന്ന് എനിക്ക് തോന്നി. ഹലോല ഒറ്റ സീനിൽ സാബു അതെനിക്കവിടെ റാഫിനെക്കാട്ടി അവരുടെ ഒരു ബ്രില്യൻസ്. തീർച്ചയായും. അല്ല അത് ഈ ഹലോ എന്ന് പറഞ്ഞ ഞാൻ ആസക്തി എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അത് ഞാനത് ഉപേക്ഷിച്ചൊരു കഥാപാത്രം ചെയ്യില്ല എന്ന് പറഞ്ഞാണ്. ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ബിസി ആയിട്ട്